വ്യായാമത്തിനൊന്നും ആരും എതിരല്ല. പെട്ടെന്നൊരു പരിഷ്കാരം വരുമ്പോൾ, പൊതുമേഖല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊരു പരിഷ്കാരം വരുമ്പോൾ അതിലൊരു സംശയം ചോദിച്ചാൽ ആ സംശയം തീർത്താൽ മതി. എല്ലാവരും കൂടി അവരുടെ മേക്കെട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല. സംശയം തീർത്തു കൊടുത്താൽ മതി. അതാണ് ചെയ്യേണ്ടത്. വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ ഒരു പരിഷ്കാരം വന്നത്, പെട്ടെന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് അതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായി. അത് അവരോട് സംസാരിച്ചാൽ മതി. സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്യേണ്ട വിഷയമുള്ളൂ. ഒരു ക്ലാരിഫൈ ചെയ്യുന്നതിന് പകരം നമ്മളത് വലിയ ചർച്ചയാക്കി അവരെ, ഈ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു പരാതി ഉന്നയിച്ചാൽ അവരെ ഉടനെ തീവ്രവാദികളാക്കുക, അതൊന്നും ശരിയായ നിലപാടല്ല. ഞാൻ ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിക്കുക എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അവരൊക്കെ ആയിട്ട് സംസാരിക്കുക. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പൊതുപ്രസ്താവനയൊക്കെ ആയിട്ട് ഇന്നലെ ഒന്നും രംഗത്ത് വരാതിരുന്നത്. ഏതായാലും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ചർച്ച നടന്നു. ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ ഓപ്ഷണലാണ്. അതുപോലെ തന്നെ സംശയ നിർവൃതി വരുത്താം എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കുകയും ചെയ്തു. വ്യായാമത്തിനോ അല്ലെങ്കിൽ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനോ ഒക്കെ ആയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനൊന്നും ഒരു സംഘടനയും എതിർക്കൂല, പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. ആ കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. അല്ല, ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രശ്നം സംബന്ധിച്ചാണ് ചോദിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറച്ച് കാലമായിട്ട് ഞങ്ങളൊക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് തന്നെ, ഡോക്ടർ ഹാരിസ് തന്നെ രംഗത്ത് വന്ന് ചർച്ച ആയിരിക്കുന്നത്. ഇത് കുറച്ച് കാലമായിട്ട് ഇപ്പോൾ യാദൃച്ഛിക സംഭവമല്ലല്ലോ. കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് ആ തീപിടുത്തം ഉണ്ടായപ്പോൾ വലിയ തോതിൽ ചർച്ച വന്നതാണ്. ഒരു ഫയർ സ്റ്റേഷൻ്റെ കാര്യം പോലും തീരുമാനിക്കാതെ ഫയൽ ഇതേ രീതിയിൽ കിടക്കുന്നത് അന്ന് ചർച്ചയായതാണ്. അതേപോലെ തന്നെ അവിടുത്തെ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ കുറവ്, മരുന്നിൻ്റെ കുറവ്, അതുപോലുള്ള കാര്യങ്ങളൊക്കെ വലിയ ചർച്ച നടന്നതാണ്. പല സംഭവങ്ങളുണ്ടായതാണ്, പ്രക്ഷോഭങ്ങൾ നടന്നതാണ്. ഞങ്ങൾ അത് ജനപ്രതിനിധികൾ ബാക്കിയുള്ളവരൊക്കെ നിയമസഭയിലും പുറത്തും ഒക്കെ നിരന്തരം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് ആശുപത്രികളുടെ സ്ഥിതി പൊതുവിൽ മഞ്ചേരി ആശുപത്രി പറയണ്ടല്ലോ. ഇത്ര ഡെലിവറിയും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലത്തുള്ള സൗകര്യക്കുറവ് വാർത്താമാധ്യമങ്ങളൊക്കെ നിരന്തരം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പൊതു ആരോഗ്യ സ്ഥാപനങ്ങൾ, അത് ജനറൽ ആശുപത്രികളാവട്ടെ മെഡിക്കൽ കോളേജുകളാവട്ടെ, ഏതായാലും വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഇന്നുള്ളത്. പ്രശ്നം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഫണ്ട് കൊടുക്കുന്നില്ല, ഒന്നിനും ഫണ്ട് കൊടുക്കാത്ത അവസ്ഥയാണ്. ഏതിപ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ കാര്യം മാത്രമാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. ഓരോ വകുപ്പ് എടുത്ത് നോക്കുകയാണെങ്കിലും ശരി, ഫണ്ട് കൊടുക്കാതെ മുഴുവൻ മരവിച്ച സ്ഥിതിയാണ്. എണ്ണി പറയുകയാണെന്നുണ്ടെങ്കിൽ പലതും റോഡ്, നെല്ല് കർഷകർ, അങ്ങനെ അങ്ങ് പറയാം. ഞാനത് പറയുന്നില്ല, അത് നിയമസഭയിൽ പറയാം. പക്ഷേ ഇപ്പോൾ അത് ഈ പ്രശ്നം ഉന്നയിക്കുന്നതുകൊണ്ട് ആരോഗ്യരംഗത്തെ മാത്രം പരിമിതപ്പെടുത്തുകയാണ്. ഫണ്ട് കൊടുക്കുന്നില്ല ഒന്നിനും. വല്ല ഇലക്ഷനോ മറ്റോ വരുമ്പോൾ ഒരു കിറ്റ് കൊടുത്ത് രക്ഷപ്പെട്ടാൽ പോരല്ലോ. ആളുകൾക്ക് അതാത് കാലത്ത് പഞ്ചായത്തിന് കൊടുക്കൂല, മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കൂല, ഒന്നിനും കൊടുക്കൂല. ഇത്ര പ്രവർത്തനം നിലച്ച ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഇതിൻ്റെയൊക്കെ ഒരു പ്രതികരണം തന്നെയാണ് നിലമ്പൂരിൽ കണ്ടത്. വനമേഖലയിൽ നമുക്കറിയാം ഇപ്പോൾ ഉള്ള പ്രശ്നം, അതൊക്കെ ഫണ്ടിൻ്റെ അപര്യാപ്തത തന്നെയാണ്. വകുപ്പിൻ്റെ കഴിവുറകൾ വന മേഖലയുമായി ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ശരി, അത്യാവശ്യത്തിന് ഫണ്ടുമില്ല. ആരോഗ്യരംഗത്ത് ഏറ്റവും വലിയ പ്രശ്നം ഫണ്ടില്ലാത്തതാണ്. അപ്പോൾ അത്യാവശ്യ ഉപകരണങ്ങൾ, അതും രോഗി കിടന്ന് വേദന കൊണ്ട് പുളയുമ്പോൾ, അതുപോലെ തന്നെ ശ്വാസം കിട്ടാതെ വിഷമിക്കുമ്പോൾ, അതുപോലെ അടിയന്തരമായി ശസ്ത്രക്രിയ വേണ്ടി വരുന്ന ഘട്ടങ്ങൾ ഓരോ രോഗത്തിനും ഓരോ രീതിയിലാണ്, നമുക്കറിയാലോ. ആ സമയത്തുള്ള പ്രശ്നങ്ങൾ കണ്ട് കെട്ടാണ്. ഗവൺമെൻറ് ഡോക്ടറാണ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് എന്നുള്ള ഒന്നും നോക്കാതെ, ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല പറയന്നെ എന്നുള്ള ഒരു മൂഡിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് അത് പുറത്ത് പറഞ്ഞത്. ഇത് വലിയ ഒരു ഐ ഓപ്പണറാണ്, കണ്ണ് തുറപ്പിക്കേണ്ടതാണ് കേരളത്തിൻ്റെ.
എത്ര ശോചനീയമായ അവസ്ഥയിലാണ് സർക്കാരിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും. ഇപ്പോൾ ഇവിടെ നമ്മൾ വനമേഖലയിൽ ആളുകളെ പുലി പിടിക്കുമ്പോൾ അത് ചർച്ച ചെയ്യും. അതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇപ്പോൾ കുട്ടനാട്ടിൽ നെല്ല് കിടന്ന് മുളക്കുമ്പോൾ അത് ചർച്ച ചെയ്യും. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായപ്പോൾ ഇത് ചർച്ച ചെയ്യും. ഇങ്ങനെ പോയിട്ട് കാര്യമില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം ജനങ്ങൾക്ക് ഒട്ടും ആശ്വാസം നൽകുന്നില്ല. എല്ലാ മേഖലകളും ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം മരവിച്ച് കിടക്കുകയാണ്. പഞ്ചായത്ത് ഇലക്ഷൻ വരികയാണ്. പഞ്ചായത്തിന് ബോർഡിനെ തിരഞ്ഞെടുത്തിട്ട് എന്താ കാര്യം? ഈ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് ബോർഡുകളും മുനിസിപ്പൽ കോർപ്പറേഷനും ഒക്കെ അധികാരത്തിൽ വന്നിട്ട് എന്താ കാര്യം? വലിയ പദവിയും പറഞ്ഞിരിക്കുക എന്നല്ലാതെ അവരെ കയ്യിലൊന്നിനും ഫണ്ടില്ല. തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കാൻ പോലും ഒരു കാര്യത്തിനും ഫണ്ടില്ല. അല്ല, പിഴവ് എവിടെയാണ് എന്നുള്ളത് അവിടെ വ്യക്തമാണല്ലോ. കാരണം ഒന്ന്, ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നില്ല. സിസ്റ്റം ഒരു ചെറിയ സാധനം വാങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു ഫയല് അതിൻ്റെ സഞ്ചാരം തുടങ്ങുക, എന്നിട്ട് അത് പോയി വരാൻ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ പിന്നെ ഉപഗ്രഹങ്ങളിലേക്ക് വിക്ഷേപിച്ച് അവിടെ പോയി വരുന്നതിനേക്കാളും പ്രയാസമാണ്. അത് ഫയലൊന്ന് തിരിച്ചെത്തിയ ഒരു തീരുമാനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സഞ്ചാരം കഴിഞ്ഞ് മടങ്ങിയെത്തണമെങ്കിൽ സിസ്റ്റം അത്ര ഡിലേ. ഉമ്മൻചാണ്ടിയൊക്കെ ജനങ്ങളെ കണ്ടിരുന്നതും അതുപോലെ തന്നെ അതിവേഗം ബഹുദൂരം എന്ന മുദ്രാവാക്യം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നതും ഇതുകൊണ്ടാണ്. വേഗം കാര്യങ്ങൾ തീരുമാനമാകുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഒരു കടമയാണ്. നീതി കിട്ടുക എന്നുള്ളത്, നീതി ഡിലേ ആവാനും പാടില്ല. അതുകൊണ്ട് സിസ്റ്റം മര്യാദക്ക് വർക്ക് ചെയ്യണില്ല. ഒന്നത് തന്നെ. രണ്ട്, ഫണ്ട് ഇല്ലല്ലോ. അതാണ് ഈ ഫയൽ ഉന്തിടീന് കാരണം. അതാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന് മുമ്പ് ചെല്ലുമ്പോഴും ഫയൽ മേലോട്ട് ഉന്തിടീൻ്റെ കാരണം ആർക്കും തീരുമാനം എടുക്കാൻ കഴിയില്ല. കാരണം ഫണ്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെ. അത് ഓരോ ഫയലും ഓരോ ജീവനാണ് എന്ന് ജനറലായിട്ട് ഒരു ഉദാഹരണ സഹിതം ഒരു ആലങ്കാരികമായി ഒരു പദപ്രയോഗം എന്നുള്ള ആൾക്ക് പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ആരോഗ്യരംഗത്ത് ഒരു ഫയൽ ഡിലേ ആയാൽ ഒരാൾ അപകടപ്പെടുന്ന വിഷയം തന്നെയാണ്. നേരിട്ട് ജീവിക്കുന്ന ഉദാഹരണമാണ്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ് എന്നും അതിന് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പരിഹാരമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. ആരോഗ്യരംഗത്താണ് ഫയൽ ഡിലേ ആകുന്നതുകൊണ്ട് അത്യാവശ്യ അടിയന്തര പ്രശ്നം വന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഇപ്പോൾ തുറന്ന് പറയുന്നത്. അപ്പോൾ ഫയൽ ഡിലേ ആണ്, ആളുകൾ അല്ലെങ്കിൽ മരിക്കുമെന്നായി ഡോക്ടർ തന്നെ പറയുന്നത്. എല്ലാ സ്ഥലത്തുള്ളതാണ്. പഞ്ഞില്ലാത്തതുകൊണ്ട് പ്രയാസം വന്നത് വാർത്തയായില്ലേ? പിന്നെന്ത്? അത്യാവശ്യമായ വേതന സംഹാരം ഇല്ലാത്തതുകൊണ്ട് കുട്ടികൾ വിഷമിക്കുന്നത് ചർച്ചയായില്ലേ? നമ്മളെ പിന്നെ RCCയിൽ അത്തരം പ്രശ്നം വന്നല്ലോ. അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയകൾ മുടങ്ങുന്ന കാര്യം, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞതുപോലെ ശസ്ത്രക്രിയ മുടങ്ങിയ കാര്യം, അതൊക്കെ എത്ര പ്രാവശ്യം ചർച്ചയായത്, എത്ര പ്രക്ഷോഭങ്ങൾ വന്നതാണ്. പക്ഷേ ഗവൺമെൻറ് കണ്ണ് തുറക്കുന്നില്ല. അപ്പോൾ ഈ പ്രശ്നമെങ്കിലും ആരോഗ്യവകുപ്പ് തന്നെ തുറന്ന് പറഞ്ഞിരിക്കുകയാണല്ലോ. ആരോഗ്യവകുപ്പ് തന്നെ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്. അതാണ് സത്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ സംഭവിച്ചിരിക്കുന്നത്. ഗവൺമെൻറ് അടിയന്തരമായി ഈ വിഷയത്തിൽ നടപടിയെടുക്കണം, അല്ലെങ്കിൽ വലിയ പ്രക്ഷോഭത്തെ നേരിടേണ്ടി വരും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. ജനങ്ങളെ മൊത്തം വേട്ടയാടുന്നതിന് തുല്യമാവില്ല അത്. കാരണം ഇത്രയും ഗൗരവമുള്ള ജനങ്ങളുടെ ഒരു പ്രശ്നം ഒരു ഡോക്ടർ തുറന്നു പറഞ്ഞതിന് ഡോക്ടർ പേരിൽ നടപടിയെടുത്താൽ ജനങ്ങളെ വേട്ടയാടുന്നതിന് തുല്യമാണ്. അല്ല, ഇതിപ്പോൾ ഇപ്പോൾ രാജിവെക്കാൻ പറഞ്ഞുകൊണ്ടൊന്നും അവർ രാജിവെക്കൂല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അടിയന്തര ആവശ്യം ഈ കാര്യത്തിന് ഒരു തീരുമാനം ഉണ്ടാക്കലാണ്. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ച് നോക്കിയാൽ ഇനി അധികം രാജിവെക്കേണ്ടി വരില്ല. 5-8 മാസം കൂടിയല്ലേ.
അപ്പോൾ അത് കഴിഞ്ഞാൽ ജനങ്ങൾ അവരെ റിജക്റ്റ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉള്ള കാലമെങ്കിലും ഒന്ന് മര്യാദക്ക് കാര്യങ്ങൾ ചെയ്താൽ മതി. ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഭൂരിപക്ഷം എത്ര കിട്ടുക, അത് കിട്ടിയിട്ടുണ്ട്. 12,500 മുതൽ 15,000 വരെയെന്ന് കണക്ക് കൂട്ടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞതാണ്, നിങ്ങൾ എഴുതി വെച്ചോ, ഇല്ലെങ്കിൽ വ്യത്യാസം വന്നാൽ പറയുമെന്ന് പറഞ്ഞത്. അതിന് വലിയ കുറവ് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കൊട്ടക്കണക്ക് കൂട്ടിയിട്ട് ചർച്ചയാക്കണ്ട, പറഞ്ഞത് വെച്ച് കണക്ക് കൂട്ടാം നമുക്ക്. 15,000 ഞങ്ങൾ കണക്കാക്കിയത്. 15,000, 12,000 മുതൽ 15,000 വരെ അത് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളതിനെ വിലയിരുത്തിയിട്ടുണ്ട്. ഞങ്ങളതിനെ വിലയിരുത്തുന്നത് എന്ത് എതിർപ്പുണ്ടായാലും UDF ജയിക്കുന്ന അന്തരീക്ഷമാണ് കേരളത്തിൽ നിന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. ഞങ്ങൾ പറഞ്ഞിരുന്നല്ലോ, എന്ത് ചർച്ച ഉണ്ടായാലും, ചർച്ച വഴി മാറിപ്പോയാലും, ആര് മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും ഒക്കെ UDF വൻ വോട്ടിന് ജയിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്നാണ് ഞങ്ങൾ വിലയിരുത്തിയത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ടല്ലോ, സ്വാഭാവികമായിട്ട് അവിടെ ലീഗിന്റെ ഉൾപ്പെടെ ശക്തി കേന്ദ്രങ്ങളിൽ അൻവർ വോട്ട് പിടിച്ചെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അൻവറും കൂടെ ഉണ്ടെങ്കിൽ നന്നാവും എന്നൊരു അഭിപ്രായം ഉണ്ടോ? പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരട്ടെ, അപ്പം നമുക്ക് ആലോചിക്കാം. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ പറ്റി അങ്ങ് ചൂടാറുന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആ വിഷയം ഒക്കെ ഇനി പിന്നെ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടം വരുന്നല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ആലോചിക്കാം. ലീഗ് നിലപാട് ഇന്നലെ ചർച്ചയിലൊക്കെ വെളിവായിട്ടുണ്ട്. മതസംഘടനകളുടെ നിലപാടും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. അതായത് പെട്ടെന്ന് വന്നതാണ്. അപ്പോൾ ഒരു ചർച്ചയിലൂടെ ഉണ്ടായിരിക്കുന്ന ഡൗട്ടും പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കണം എന്നാണ് അവർ പറഞ്ഞത്. ആ ചർച്ചയിലൂടെ ദൂരീകരിക്കും എന്നും, അതുപോലെ തന്നെ ഇത് കമ്പൽസറി അല്ല എന്നും ഇപ്പോൾ ഗവൺമെൻറ് വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ യോഗ വന്നു, ജിമ്മുണ്ട്, അതൊക്കെ എല്ലാവരും കൂടി ഒരുമിച്ച് നടപ്പിലാക്കിയല്ലേ. അതുകൊണ്ട് വ്യായാമത്തിനൊന്നും ആരും എതിരല്ല. പെട്ടെന്നൊരു പരിഷ്കാരം വരുമ്പോൾ, പൊതുമേഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊരു പരിഷ്കാരം വരുമ്പോൾ അതിലൊരു സംശയം ചോദിച്ചാൽ ആ സംശയം തീർത്താൽ മതി. എല്ലാവരും കൂടി അവരുടെ മേക്കെട്ട് കയറേണ്ട ആവശ്യമൊന്നുമില്ല. സംശയം തീർത്തു കൊടുത്താൽ മതി. അതാണ് ചെയ്യേണ്ടത്. വലിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലല്ലല്ലോ ഒരു പരിഷ്കാരം വന്നത്, പെട്ടെന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ സ്വാഭാവികമായി അവർക്ക് അതിനെക്കുറിച്ച് പല സംശയങ്ങളും ഉണ്ടായി. അത് അവരോട് സംസാരിച്ചാൽ മതി. സംസാരിച്ച് അത് ക്ലാരിഫൈ ചെയ്യേണ്ട വിഷയമുള്ളൂ. ഒരു ക്ലാരിഫൈ ചെയ്യുന്നതിന് പകരം നമ്മളത് വലിയ ചർച്ചയാക്കി അവരെ, ഈ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന സംഘടനകളൊക്കെ ഒരു പരാതി ഉന്നയിച്ചാൽ അവരെ ഉടനെ തീവ്രവാദികളാക്കുക, അതൊന്നും ശരിയായ നിലപാടല്ല. അവർ സംശയം ചോദിക്കാനും കൂടി പാടില്ല എന്ന് ആരെങ്കിലും ഒരു നിലപാടെടുത്താൽ, അതാരെടുത്താലും, ഗവൺമെൻറ് എടുത്തു എന്നല്ല ഞാൻ പറയുന്നത്, അത് ശരിയല്ല. ഞാൻ ഈ വിഷയം അറിഞ്ഞ ഉടനെ തന്നെ വിദ്യാഭ്യാസ മന്ത്രിയോട് സംസാരിക്കുക എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അവരൊക്കെ ആയിട്ട് സംസാരിക്കുക. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പൊതുപ്രസ്താവനയൊക്കെ ആയിട്ട് ഇന്നലെ ഒന്നും രംഗത്ത് വരാതിരുന്നത്. ഏതായാലും ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു ചർച്ച നടന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിപ്പോൾ ഓപ്ഷണലാണ്. അതുപോലെ തന്നെ സംശയ നിർവൃതി വരുത്താം എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കുകയും ചെയ്തു. വ്യായാമത്തിനോ അല്ലെങ്കിൽ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനോ ഒക്കെ ആയി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിനൊന്നും ഒരു സംഘടനയും എതിർക്കൂല, പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. ആ കാര്യത്തിലാർക്കും സംശയം വേണ്ട. ഈ ഘട്ടത്തിൽ പാർട്ടി അടിസ്ഥാനത്തിലൊന്നും ചർച്ച ആരോടും നടക്കുന്നില്ല. UDF ബലപ്പെടുത്താനും അതുപോലെ തന്നെ UDFൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനുമായ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യണം എന്നുള്ള അടിസ്ഥാനത്തിൽ UDFൽ ചർച്ച നടക്കുന്നുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അത് ജനറലായിട്ടൊരു ഡിസ്കഷൻ ഉണ്ട്. കാരണം UDFലാണ് ആളുകൾക്ക് ഇനി പ്രതീക്ഷ, അതുകൊണ്ട് അതിൻ്റെ അടിത്തറ ബലപ്പെടുത്തണം എന്ന ഒരു ചർച്ച നടക്കുന്നുണ്ട്. അതാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ആ വിഷയം ഇപ്പോൾ ഈ ഘട്ടത്തിൽ ഇതിലധികം ചർച്ച ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അതിനി ഞാൻ പറഞ്ഞല്ലോ, അത് UDF കഴിയട്ടെ എന്നിട്ട് പറയാം.
അല്ല, മറ്റൊരു കാര്യം, ഈ ക്യാപ്റ്റൻ മേജർ എന്നൊക്കെ അത്തരത്തിലൊരു പദവി വിശേഷമൊക്കെ നൽകലായിരുന്നു. ലീഗിന് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ ആ ഒരു വിഷയത്തിൽ? അങ്ങനെ ഒരു ചർച്ച ഒന്നും ഇപ്പോൾ ഇല്ലല്ലോ. ഇല്ലാത്ത ചർച്ച ഇനി നമ്മൾ ഉണ്ടാക്കണ്ട. UDF ഇപ്പോൾ വളരെ ഐക്യത്തോടു കൂടിയും അതുപോലെ തന്നെ കെട്ടുറപ്പോടു കൂടി പോകുന്ന ഒരു ലക്ഷണമാണ് കാണുന്നത്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത വിവാദങ്ങളിലൂടെ നമ്മളിനിപ്പോൾ വാർത്ത ഉണ്ടാക്കണ്ട. കോൺഫിഡൻസും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇതേമാതിരി ഒന്ന് കെട്ടുറപ്പോടു കൂടി പോകണം എന്നുള്ള ചിന്തയും ഉണർത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആവശ്യമില്ലാത്ത ചർച്ച ഉണ്ടാക്കാൻ നിൽക്കണ്ട. ഏത്? അല്ലല്ല, അങ്ങനെയല്ല. ഇപ്പോന്നല്ല UDF ഇപ്പോൾ കാണുന്ന ഐക്യം എന്നത്തേക്കും വേണം എന്നാണ് ഞാൻ പറഞ്ഞത്. എഴുതാപ്പുറം വായിക്കണ്ട. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. രണ്ടു കൂട്ടരും തീരുമാനിക്കുമ്പോഴല്ലേ അതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ അറക്കലെ BB കെട്ടാൻ അരസമ്മതം. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അത് ആ പാർട്ടി കൂടി തീരുമാനിക്കുമ്പോഴേ അതുണ്ടാവുള്ളൂ.